ഒരു കാര്യം എന്താ വെച്ചാല് റമദാൻ എന്ന് പറയുന്നത് ഈ ഒരു മാസം മാത്രം നമ്മൾ ക്യാരി ചെയ്യേണ്ട സംഗതികളല്ല. ഇത് തുടർന്ന് നമ്മൾ ക്യാരി ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് റമദാൻ വരെ തുടർന്ന് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. ആക്ച്വലി നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ കുറച്ച് മെന്റൽ വെൽബീയിങ്ങും നമുക്ക് കറക്റ്റ് ചെയ്യാനും കൂടി പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം, അല്ലെ? കാരണം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് വരെ നമ്മൾ എഴുതപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ യൂഷ്വലി റമദാനിൽ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ ദുആ ചെയ്യുന്നു, പ്രേയർ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് എങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം ഫലപ്രദമാകുന്നു, ഇത് തുടർന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് റമദാനിന് മാത്രം ഉള്ളൊരു സംഗതിയല്ല, ഇത് തുടർന്നും വേണം എന്നുള്ളത് കൊണ്ട് ഒരു ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ടാണ് ശരിക്കും റമദാനിൽ വരുന്നത്. അപ്പം ബട്ട് നമ്മൾ എത്ര ചെയ്താലും അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇപ്പൊ റമദാനില് നമ്മളിപ്പോ ഒരു ദുആ ചെല്ലാൻ, ഇപ്പൊ രാവിലെ വൈകുന്നേരമുള്ള ദുആകളുണ്ട്, അല്ലാതെ ഒരുപാട് ഇടയിലുള്ള ദുആകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യം ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം വളരെ കുറഞ്ഞൊരു കാര്യമാണെങ്കിലും അത് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ചെറിയൊരു സ്റ്റെപ്പ് ലൈഫിൽ നമ്മൾ വെച്ചാലും മതി, പക്ഷെ അത് തുടർന്ന് ചെയ്യുന്നതിലാണ് നമുക്ക് ഫലം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ രാവിലത്തെ ദുആ ആണെങ്കിൽ ഒരു ദുആ ആണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെല്ലാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ദുആ ചെയ്യാണെങ്കിൽ, നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, ഖുർആൻ ഓതാണെങ്കിലും വേറെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യുന്നവർക്കും ഇതിന് ഫലം കിട്ടണമെങ്കിൽ എന്താണ്? മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറയും. മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിലോട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾ ആയിട്ട്. വേറെ ഒരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കരുത്. അതിന്റെ അത്രയും മൈൻഡ്ഫുള്ളായി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തിനകത്തൊരു ശാന്തത കിട്ടും, ഒരു പീസ്ഫുൾ ഹാർട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യുക? മൈൻഡ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഒരു ദുആ ആണെങ്കിൽ ആ ദുആന്റെ അർത്ഥം അറിയാം, അല്ലെങ്കിൽ ഖുർആൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അറിയാം. അതോടൊപ്പം തന്നെ ഇതുണ്ടായ സംഭവങ്ങൾ, ഇതെങ്ങനെ എപ്പോഴുണ്ടായി, അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്ത് ഗുണമാണ് ഉണ്ടാവുക, ഇതിങ്ങനെ വിശദീകരിക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ബുക്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് നമ്മൾ ആദ്യം ശ്രമിക്കുക അത് കിട്ടാൻ, എന്നിട്ടത് വായിച്ചു നോക്കുക. അപ്പൊ എന്താവും? ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക്. അതാണ് നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമുക്ക് ഈ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിലും, പ്രാർത്ഥിക്കുകയാണെങ്കിലും, നിസ്കരിക്കുകയാണെങ്കിലും, പല നിസ്കാരങ്ങളുണ്ട്, നിസ്കരിക്കുകയാണെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിലും ആ ഒരു നല്ല ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് തുടർച്ചയായിട്ട്, ഞാൻ പറഞ്ഞൊരു കുഞ്ഞു സ്റ്റെപ്പൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പൊ എല്ലാ 30 ഡേയ്സിന് തുടർച്ചയായിട്ട് ചെയ്യുക. പിന്നെയുള്ള കാര്യം നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കുക, അതിനു വേണ്ടി അർത്ഥം. അപ്പൊ നമ്മളൊരു അർത്ഥം, ഒരു പ്രാർത്ഥന ചൊല്ലി ഇന്നത് ചെയ്താൽ ഇങ്ങനെ സ്വർഗത്തേക്ക് പോകും, അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണും. അത് വീണ്ടും വീണ്ടും ചെല്ലാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ കുഞ്ഞു സ്റ്റെപ്പ്, വളരെ കുഞ്ഞു പ്ലാനുകൾ ഇട്ടാൽ മതി. വലിയ പ്ലാനുകൾ ഇടണ്ട, കുഞ്ഞു പ്ലാനുകൾ ഇട്ടാൽ തന്നെ പിന്നെ നമ്മൾ അത് വലിയ പ്ലാനുകളിലോട്ട് നമുക്ക് പോവാൻ കഴിയും. ഓക്കെ, അപ്പൊ അത് ട്രെയിൻ ചെയ്യണം റമദാനിൽ തന്നെ. ഓക്കെ, പിന്നെ നമ്മൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയും. അത് പൊതുവെ നമുക്കറിയില്ല, നമ്മളല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം നല്ല പോകും. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മുടെ മെന്റൽ എനർജിയും ഇതിന്റെ കൂടെ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സമയത്തോടൊപ്പം നമ്മുടെ മെന്റൽ എനർജിയും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ യൂസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിനൊരു പ്രത്യേക ടൈം വെക്കുക. ആ ടൈമിൽ നമുക്ക് മെസ്സേജസും കാര്യങ്ങളും നോക്കാം. എന്നാൽ പ്രൊഫഷണലി യൂസ് ചെയ്യേണ്ട ആൾക്കാർ അതിനനുസരിച്ച് യൂസ് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യാറ് ഡിജിറ്റൽ ഫാസ്റ്റിംഗിൽ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മൈൻഡിനെ. നമ്മുടെ പൊതുവെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യപ്പെട്ടത് മുന്നേ എല്ലാവരും കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെല്ലാം അങ്ങ് ഒപ്പിയെടുക്കണം, പഞ്ഞിക്കട്ട പോലെയാണ്. അതായത് മുന്നേ ഉണ്ടായ കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്തത്, ആരെങ്കിലും പറഞ്ഞത്, എന്തെങ്കിലും കണ്ടത്, കേട്ടറിവ് എല്ലാം അങ്ങ് പോയി എടുത്തിട്ട് നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണെന്നറിയോ? പാസ്റ്റിലും ഫ്യൂച്ചറിലും, എന്നുവെച്ചാൽ മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളിലും പിന്നെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളിലാണ് മനസ്സ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ നിന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സ്.
അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ബി ഇൻ പ്രസന്റ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, അതിലപ്പുറം വേറെ ഒന്നും ചിന്തിക്കരുത്. ഞാൻ ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ പറയും ബി ഹിയർ നൗ. ഇവിടെ നിൽക്കുക, ഇവിടെ ഇപ്പോൾ. ഈ രണ്ട് സംഗതി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഖുർആൻ എടുക്കുന്നു, മൈൻഡ് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതങ്ങനെ പോകുന്നല്ലാതെ നമ്മളെടുത്ത കാര്യം നടക്കില്ല അവിടെ. അപ്പൊ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതിന്റെ ഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രസന്റ്ലി ഹിയർ നൗ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പൊ ഖുർആൻ ഓതുന്നു, അതിലോട്ട് മാത്രം ശ്രദ്ധിക്കുന്നു, അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു. ആ സമയത്ത് എന്താകരുത്, അത്താഴത്തിനുള്ള ഫുഡ്, നോമ്പറക്കാനുള്ള ഫുഡ്, മറ്റു കാര്യങ്ങൾ, കുട്ടി വരുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ ചിന്തിച്ച് കഴിയും. ഇതാണ് നമ്മുടെ മൈൻഡ് ട്രെയിൻ ചെയ്യപ്പെട്ടത് ഇങ്ങനെ കുറെ കാര്യങ്ങളായിട്ടാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. നൗ ആൻഡ് ഹിയറിൽ നമ്മൾ ജീവിക്കാൻ നോക്കുക. കാരണം ഫ്യൂച്ചർ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചർ ആണെങ്കിലും പാസ്റ്റ് ആയാലും നമ്മളെ മൈൻഡ് ഇങ്ങനെ വീണ്ടും ഇനി അടുത്തെന്താവും എന്നുള്ള ഒരു ടെൻഡൻസിയിൽ നമ്മളെ മെന്റൽ എനർജി, നമ്മളെ എനർജി തന്നെ അങ്ങനെ കൊണ്ടുപോകും. നമ്മളെ മെന്റൽ എനർജിയും പോവും. ഈ മെന്റൽ എനർജിന്റെ ഒപ്പം തന്നെ നമ്മൾ ഫിസിക്കൽ എനർജിയും അതിന്റെ കൂടെ പോകും. അപ്പൊ നമ്മൾ അറിയാതെ ഒരു ക്ഷീണത്തിന്റെ അളവ് പോകും. നോമ്പെടുക്കുമ്പോൾ നമുക്ക് സ്വമേധയ എല്ലാവർക്കും കുറച്ച് ക്ഷീണം വരും. പക്ഷെ അതിനേക്കാൾ അപ്പുറം ക്ഷീണമായിരിക്കും നമ്മൾ ഈ ആങ്സൈറ്റിയിലൂടെ പോയി കഴിഞ്ഞാൽ, ടെൻഷനിൽ ഉൾപ്പെടുന്നു. അപ്പൊ എപ്പോഴും നൗ ആൻഡ് ഹിയർ എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മൈൻഡിന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ചെറിയ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ്. CPT എന്ന് കേട്ടിട്ടുണ്ടാവില്ല, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞത്. ഇതിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ് മാത്രമാണ്. ഇവിടെ വലുതാണത്, പക്ഷെ അതിന്റെ ചെറിയ ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലം ഉണ്ടാവും. അപ്പൊ ഞാനിത് പറഞ്ഞിരുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ. നമ്മളെന്ന് പറയുന്നത് ഒരു പോലീസ്മാനായിട്ട് നിങ്ങൾ കരുതാം കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് സ്പീഡ്, അതായത് ചിന്ത എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ട് വരുന്ന ഒരു ബൈക്കാരന് ആലോചിക്കാം. ഓക്കെ. അപ്പം നമ്മൾ പോലീസായിട്ട് നിൽക്കാണ്, ഒരു സ്പീഡ് ബൈക്ക് നമ്മുടെ മുമ്പ് കൂടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യില്ലേ? അവിടെ പിടിക്കില്ല, അവർ ക്യാച്ച് ചെയ്യും. ഓക്കെ. അതാണ് ഫസ്റ്റ് ടെക്നിക്ക്, ക്യാച്ച്. നമ്മളിവിടെ ഉള്ള ടെക്നിക്ക് ക്യാച്ച് ചേഞ്ച് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്യാച്ച് ചെയ്തു, പിടിച്ചു. അപ്പം ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പിടിക്കണം. യെസ്, നെഗറ്റീവ് തോട്ടാണ് വരുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്, പിടിക്കുക. നെക്സ്റ്റ്, ഇപ്പൊ ഒരു പോലീസുകാരനാണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങോട്ടാ പോകുന്നത് ചോദിക്കില്ല. ആ സ്പീഡിൽ ബൈക്ക് പോകുമ്പോൾ എങ്ങോട്ടാ മോന് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്, എന്തൊക്കെയുണ്ട്, ലൈസൻസ് എടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പല ക്വസ്റ്റ്യൻസും. അതായത് ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ, എന്താണ് ഇത്, എപ്പോഴാണ്, അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യൂലേ? നമ്മള് ചോദ്യം ചെയ്യല് കാണില്ലേ നമ്മളെ കോടതിയിലൊക്കെ? അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പല ചോദ്യങ്ങൾ ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വാട്ട്, വൈ, വെൻ, ഹൗ, ഇതൊക്കെ എങ്ങനെ, ഇതിങ്ങനെ തന്നെയാണ്, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും. ചിലത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. ചിലത് സംഭവിച്ചതിൽ നിന്ന് കിട്ടിയ നിഗമനങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വന്നിരിക്കുന്ന തോട്ടിനെ നമുക്ക് ഒരു പോസിറ്റീവായ രീതിക്ക്, ഒരു കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു രീതിക്ക് നമ്മൾ അതിനെ മാറ്റാന്നുള്ളത്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് പെർഫെക്റ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു തോട്ടാണ് ഇപ്പൊ എനിക്ക് വരുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിൽ നമ്മളിതിനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബെറ്റർ ആയ രീതിക്ക് ചെയ്യാന്ന്. ഇതിന് റീഫ്രെയിമിംഗ് എന്നാ പറയല്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറയല് എന്താണ്? എനിക്ക് ചെയ്യാൻ കഴിയും, ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ആ രീതിക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റയടിക്കുള്ള ആ തോട്ടെ നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയും. അതൊരു റീഫ്രെയിമിംഗ് ആണ്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ മറ്റുള്ളവർ പറയുന്നു ഞാൻ മോശമാണ്, എനിക്ക് അവരത്ര കഴിവില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് തോട്ട് വരും. എനിക്ക് അവരത്ര കഴിവില്ല. അപ്പൊ നമ്മൾ പറയണം ഞാൻ കുഞ്ഞു കുഞ്ഞു ഗോൾസുകൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഗോളിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിവുകളുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
പിന്നെ വേറെ ഒന്നും മറ്റുള്ളവർ അങ്ങനെ പറയുന്നു, മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നുള്ള ഒരു തോട്ട് വരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പറയേണ്ടത് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, എൻ്റെ കഴിവുകൾ ഞാൻ അംഗീകരിക്കുന്നു, ആൻഡ് ഇറ്റ് ഈസ് എ ബെറ്റർ വൺ എന്നുള്ള ഒരു രീതിക്ക് കൺവേർട്ട് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് തോട്ടിൽ പിടിച്ച് നമ്മൾ നിൽക്കരുത്. ഓക്കെ, ഇനി ഇത്രയും ടൂളുകളെ ഞാൻ പറഞ്ഞത്. വേറെ ഒരു ബെസ്റ്റ് ടൂൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യപ്പെടുന്ന ഒരു ബെസ്റ്റ് ടൂളാണ് നമ്മൾ ഇനി പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നന്ദി പറയുക, അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക. അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ് വാട്ട് ഐ ഹാവ്, അല്ലെങ്കിൽ അൽഹംദുലില്ലാ ഫോർ ഓൾ ദി ബ്ലെസ്സിങ്സ് ദാറ്റ് ഗോഡ് ഗേവ് മീ. ഓക്കെ, അപ്പം അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് തന്നു, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇത് എങ്ങനെയാണ് ചെയ്യുക. യൂഷ്വലി ആയിട്ട് നമ്മൾ മനസ്സിൽ അൽഹംദുലില്ലാ അല്ലെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ നിസ്കരിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ പറയുന്നത് വെൻ വി ആർ ഫ്രീ ഓൾസോ വി ക്യാൻ സേ. അപ്പോൾ ഇത് പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയ രീതിക്ക് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ആൾക്കാരോടും പറയുന്ന ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ബെനിഫിറ്റ്സ് നമ്മളിവിടെ പറഞ്ഞു. പക്ഷെ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈൻഡിൽ പറയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മളൊരു പേപ്പറും പെന്നും എടുത്ത് ഒരു കുഞ്ഞു ബുക്ക് അതിന് വേണ്ടി വെക്കുക. റമദാൻ പ്രത്യേകിച്ച് ഒന്ന് വെക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക ഫ്യൂച്ചറിലൊന്ന്. അപ്പം നമ്മൾ എഴുതി വെക്കുക അറ്റ്ലീസ്റ്റ് 10 പോയിന്റ്സ് എങ്കിലും, അറ്റ്ലീസ്റ്റ് 10 പോയിന്റ്സ്. റൈറ്റ് മോർ, കൂടുതൽ എഴുതാം, പക്ഷെ 10 പോയിന്റ്സ് എങ്കിലും അൽഹംദുലില്ലാ വെച്ച് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദി അവയർനെസ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിംഗ്. പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊരു ബോധ്യം നമുക്ക് വെക്കല് അപ്പോഴാണ്. എന്തിനൊക്കെ നമുക്ക് അൽഹംദുലില്ലാ തന്നിരിക്കുന്നു, നമ്മുടെ അപ്പിയറൻസിന് വേണ്ടി നമുക്ക് പടച്ചോൻ തന്നിരിക്കുന്ന ഈ സ്കിന്നിന്റെ കളർ, ഈ ടോണ്, അതിൽ അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നിരിക്കുന്ന കഴിവുകൾക്ക്, നമുക്ക് തന്നിരിക്കുന്ന ഫ്രണ്ട്സിന് നമ്മൾ അൽഹംദുലില്ലാ പറയും. നമുക്ക് തന്നിരിക്കുന്ന പാരന്റ്സിന്, ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവർക്കും നമ്മൾ എനിക്ക് അങ്ങനെയൊക്കെ ആളുകളുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ അൽഹംദുലില്ലാ പറയും. എനിക്ക് അൽഹംദുലില്ലാ ഒരു വീടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ്, മൂക്ക്, അതിന്റെ ഫങ്ഷനിങ് വരെ നമ്മൾ പറയാൻ ശ്രമിക്കാം. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, കേൾവിയുണ്ട്, ഇങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പറയേണ്ട ഒന്നാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻക്രീസ് ദി അവയർനെസ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. പഠിച്ചോൻ ഇത്ര അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് എന്ന ബോധം. 99% അനുഗ്രഹങ്ങൾ നമുക്ക് തന്നാലും നമ്മളെ മനസ്സ് കിട്ടാത്ത 1% എപ്പോഴും നോക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ട്രെയിൻ ചെയ്യപ്പെട്ടത്. ആ 99% തന്നിട്ട് ബ്ലെസ്സിങ്സ് നമ്മൾ കാണില്ല. അപ്പൊ അത് നമുക്ക് തിരിച്ചറിയാനുള്ള ബിഗ് ടൂളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ടെസ്റ്റിംഗ്, സെൽഫ് ലവ് കൂടും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂടും. നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ പടച്ചോൻ തന്നിട്ടുണ്ടല്ലോ, എനിക്ക് കാഴ്ചയുണ്ട്, എനിക്ക് എഴുതാൻ കഴിവുണ്ട്, എനിക്ക് ഓരോ കഴിവുകളും നമ്മൾ എടുത്ത് പറയുമ്പോൾ നമ്മൾ പഠിച്ചോന്ന അനുഗ്രഹം പറയുന്നതൊപ്പം സംഭവിക്കുന്നുണ്ടറിയോ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഹാപ്പി ഹോർമോണുകൾ സിക്രീറ്റ് ചെയ്യും. നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാതെ, അസൂയ വരാതെ, മറ്റുള്ളവർ കുശുമ്പ് വരാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. അതിൽ ബെസ്റ്റ് ടൂളാണ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അൽഹംദുലില്ലാ പറയാം. നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതേപോലെ റെഡ്യൂസ് നെഗറ്റീവ് ഇമോഷൻസ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അസൂയ, കുശുമ്പ് ഒക്കെ നമുക്ക് കുറക്കാൻ കഴിയും. കാരണം നമുക്ക് നമ്മുടെ ഫലം അറിയാൻ കഴിയും. എത്രത്തോളം എനിക്ക് അനുഗ്രഹങ്ങൾ പഠിച്ചോൻ തന്നിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരിക്കും. കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ നോക്കുന്നത് എനിക്ക് എന്തുണ്ട് എന്നുള്ളതിലാണ്, എനിക്കെന്ത് ഇല്ല എന്നുള്ളതില്ല. ഇഫ് യു ആർ ഫോളോയിങ് എനിക്ക് ഇല്ല എന്നുള്ളതിൽ നോക്കാൻ ഒരിക്കലും മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ഒരു പോയിന്റ് വെച്ച് സ്റ്റക്കാവും. പക്ഷെ എനിക്കെന്തുണ്ട്, എത്ര പണം എനിക്ക് തന്നു അല്ലെന്നില്ല, എനിക്ക് ഇത്ര കഴിവുകൾ എനിക്ക് തന്നു, ഇത്ര നോളജ് എനിക്ക് തന്നു അൽഹംദുലില്ലാ. എനിക്കിപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു ആരോഗ്യം തന്നു, എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ ആരോഗ്യം തന്നു, എനിക്ക് നിന്ന് നമസ്കരിക്കാൻ ആരോഗ്യം, ഇരുന്ന് നമസ്കരിക്കാൻ ആരോഗ്യം തന്നു. എന്താണോ പഠിച്ചോൻ തന്നിരിക്കുന്നത് അതില്, ആ ഒരു ഇതിൽ നമ്മൾ മേലെ മറ്റുള്ളവരെ നമുക്ക് കമ്പയർ ചെയ്യാതെ നമ്മൾക്ക് ഇപ്പൊ തന്നിരിക്കുന്നതിൽ അൽഹംദുലില്ലാ പറയുന്നത് നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും.
ഓക്കെ. അപ്പൊ ഇത്